നമ്മളൊരു ടൈം ട്രാവൽ ചെയ്തിട്ടേ ആഫ്രിക്കയിലേക്ക് പോയി എന്ന് വിചാരിക്കും. പഴയ ആഫ്രിക്ക, 3 ലക്ഷം കൊല്ലം മുമ്പത്തെ ആഫ്രിക്ക. അപ്പം നമ്മൾ 2 ഗ്രൂപ്പ് മനുഷ്യരെ കാണുന്നു. ഓഫ് കോഴ്സ് കാണുമ്പോൾ മനുഷ്യരാണ്. ഒരു ഗ്രൂപ്പിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. അവർ കുറച്ച് ഭയങ്കര മസിലും, പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആണുങ്ങളൊക്കെ കുറച്ചുകൂടെ തടിയന്മാരും ഭയങ്കര ഖടാഖടിയന്മാരുമാണ്. പിന്നെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒക്കെ മുഖം കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ക്രൂരമാണ്, മനസ്സിലായില്ലേ? കുറച്ചുകൂടെ വലിയ താടിയല്ലും പല്ലും ഒക്കെ ആയിട്ട്. പിന്നെ അവർ തമ്മിലും നല്ല അടിയാണ്, ഇടയ്ക്കിടയ്ക്ക് അടി കൂടും, ഇടയ്ക്കിടയ്ക്ക് ബഹളങ്ങൾ. അതിൽ ഒരുത്തൻ ഭയങ്കര, അവനാണ് നേതാവ്, അവനെ ചോദ്യം ചെയ്യാനായിട്ട് മറ്റുള്ളവർക്കൊക്കെ പേടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ്. വേറൊരു ഗ്രൂപ്പ് നമ്മൾ കാണുന്നു, അവർ കുറച്ചുകൂടെ ആൾക്കാരുണ്ട് കേട്ടോ. ഒരു ഗ്രൂപ്പിൽ പാവങ്ങളാണ്, ഭയങ്കര ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും ഒക്കെയാണ് നടക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ചെറിയ മെലിഞ്ഞ ബോഡിയാണ്, കുറച്ചുകൂടെ മറ്റേ ചെറിയ എല്ലുകളൊക്കെയാണ്, ഇപ്പം ചെറിയ മുഖം, ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു, എപ്പോഴും തമ്മിൽ എപ്പോഴും വർത്താനം. അപ്പം ഏത് ഗ്രൂപ്പാണ് ലോകം മൊത്തം സ്പ്രെഡ് ചെയ്ത് ലോകം മൊത്തം കീഴടക്കിയത് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക ആദ്യത്തെ ഗ്രൂപ്പാണെന്ന്. പക്ഷെ അല്ല, രണ്ടാമത്തെ ഗ്രൂപ്പാണ്. അത് നമ്മളാണ്, മനസ്സിലായോ? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ മനുഷ്യൻ്റെ ഈ പ്രത്യേകതയ്ക്ക് കാരണം എന്നുള്ളത്. അപ്പം മനുഷ്യരെ ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആന്ത്രോപോളജിസ്റ്റുകൾക്ക് പലർക്കും ആ ഒരു ഐഡിയ തോന്നി. ചാൾസ് ഡാർവിന് തോന്നി. ഫോർ എക്സാമ്പിൾ, ചാൾസ് ഡാർവിൻ ആണ് ആദ്യം ഈ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്ന സംഭവം, അതായത് വളർത്തു മൃഗങ്ങൾക്കുള്ള പ്രത്യേകതകൾ വളരെ പഠിച്ച ഒരാളാണ് ഡാർവിൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളർത്തു മൃഗങ്ങൾക്ക് മറ്റുള്ള വന്യമൃഗങ്ങളെക്കാളും ചില വളരെ പ്രത്യേകതകളുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം, പേടി, വേറെ സ്വന്തം സ്പീഷീസിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ജീവികളുമായിട്ട് സഹവസിക്കാനുള്ള ഭയം, പേടി, ദേഷ്യം, ഇതൊക്കെ വളരെ കുറവാണ്. വേറെയും പല പ്രത്യേകതകളുണ്ട് അല്ലേ. അവരുടെ ബോഡി അവരുടെ വൈൽഡായിട്ടുള്ള കൗണ്ടർ പാർട്സിനേക്കാളും, ഉദാഹരണത്തിന് ചെന്നായ്ക്കളെക്കാളും വളരെ ചെറിയ ബോഡിയാണ് യൂഷ്വലി ഡോഗ്സിനുള്ളത്. അത് ബ്രീഡ് ചെയ്ത് നമ്മൾ വലിയ വലിയ ഡോഗ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ ഡോഗ്സ്, ഒറിജിനൽ പട്ടികൾ അവരുടെ വൂൾഫ് അല്ലെങ്കിൽ ചെന്നായ് ആൻസസ്റ്റേഴ്സിനേക്കാളും പൂർവികരെക്കാളും വളരെ മെലിഞ്ഞ ആൾക്കാരാണ്. പിന്നെ വാലിങ്ങനെ വളഞ്ഞിരിക്കും. പിന്നെ ഇങ്ങനെ വെള്ള കുത്തുകൾ, അത് നമ്മൾ പശുക്കളിലൊക്കെ കാണാം അല്ലേ, വെള്ള പാണ്ടുകൾ, പല പല കളറുകളിലുള്ള പാണ്ടുകളൊക്കെ വരാം. പിന്നെ മുഖം ചെറുതാണ്, കുറച്ചുകൂടെ ഷോർട്ടാണ്, ജോയൊക്കെ ചെറുതാണ്. അങ്ങനെ പല വ്യത്യാസങ്ങളുമുണ്ട്. അപ്പം ഇങ്ങനത്തെ പല വ്യത്യാസങ്ങളും പല കാര്യങ്ങളും നമ്മൾക്കും ഉണ്ട്. മനുഷ്യന്മാരും ഒരു ഡൊമസ്റ്റിക്കേറ്റഡ്, ആരോ വളർത്തിയ മൃഗങ്ങളുടെ പോലെ ഉണ്ട്. അത് പണ്ടത്തെ കാലത്ത്